നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ അടുത്ത കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് UDF അധികാരത്തിൽ വന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ലീഗുകാര് തലയിലെ തൊപ്പിയും ഒഴിവാക്കി സർവശക്തനായ അള്ളാഹുവിനെയും ഒഴിവാക്കി പകരം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. കാരണം ഇസ്ലാം മത വിശ്വാസികളെ, മുസ്ലിം സമുദായത്തെ പറ്റിച്ച് ഞങ്ങൾ മതത്തിന്റെ വക്താക്കളാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് അവരെ കബളിപ്പിച്ച് അവരുടെ വോട്ടുകൾ നേടി അധികാരത്തിലെത്തി അള്ളാഹുവിനെയും തൊപ്പിയെയും ഒഴിവാക്കുമ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. പക്ഷെ പലരും പറയുന്നത് അത് സംഘപരിവാറിനെ പേടിച്ചിട്ടാണ്, RSSനെ പേടിച്ചിട്ടാണെന്ന്. പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. പാണക്കാട് കുടുംബം നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗും അതിലെ നേതാക്കളും ഈ തൊപ്പിയൊക്കെ ഊരി അള്ളാഹുവിനെയൊക്കെ ഉപേക്ഷിച്ചത് RSSനോടും സംഘപരിവാറിനോടുമുള്ള പേടി കൊണ്ടല്ല, പകരം അവരോടുള്ള, RSSനോടുള്ള അല്ലെങ്കിൽ സംഘപരിവാറിനോടുള്ള പ്രണയം കൊണ്ടാണ്, ഇഷ്ടം കൊണ്ടാണ്, മുഹബത്ത് കൊണ്ടാണ്. കാരണം അവർ തമ്മിലൊരു ബന്ധമുണ്ട്, നാരങ്ങ വെള്ളം കലക്കി കൊടുത്ത ഒരു ബന്ധം. മാത്രമല്ല, ഇന്ത്യ ഭരിക്കുന്ന സംഘപരിവാർ സർക്കാർ അവരുടെ കയ്യിലെ കളിപ്പാവയായ EDയെ കൊണ്ട് ആരെയൊക്കെ വേദനിപ്പിക്കുന്നു, വേട്ടയാടുന്നു, ബുദ്ധിമുട്ടുന്നു. പക്ഷെ അവർ ഒരിക്കലെങ്കിലും പാണക്കാട് കുടുംബത്തെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? അപ്പോൾ തിരിച്ച് അവർ പറയുന്നത് പ്രണയത്തോടെ, സ്നേഹത്തോടെ കേൾക്കേണ്ട ചുമതല പാണക്കാടന്മാർക്കും ഉണ്ട്, അവർ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗിനുമുണ്ട്. അപ്പോൾ അതൊരു പേടിയല്ല, അതൊരു സ്നേഹമാണ്. ഇസ്ലാം മതത്തെയും മുസ്ലിം സമുദായത്തെയും ഇന്നല്ലെങ്കിൽ നാളെ സംഘപരിവാറിന്റെ കാൽച്ചുവട്ടിൽ അടിയറവ് വെപ്പിക്കാമെന്ന് ഇവർ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചിന്താശേഷി നഷ്ടപ്പെട്ട, ചിന്തിക്കാൻ മൂളയില്ലാത്ത കുറെ വർഗം പാണക്കാടന്മാരെ വിശ്വസിച്ചു അവരുടെ ആസനവും താങ്ങി നടക്കുന്നു. അത്രയേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഇനി പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് ഇസ്ലാം മത വിശ്വാസികളോടാണ്. എന്നിരുന്നാലും സഹോദര മതത്തിൽപ്പെട്ട സഹോദരന്മാരും ഇതൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം മതം. ഈ ഇസ്ലാം മതത്തിൽ വിഭാഗങ്ങളായിട്ട് പലതുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എവിടെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട്, മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട്, ദീനുമായി ബന്ധപ്പെട്ട് എവിടെ എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കുകയാണെങ്കിൽ ആ പരിപാടിയിൽ ആദ്യം ബിസ്മി ചൊല്ലി, ഫാത്തിഹ ഓതി, സൂറത്തുകൾ ഓതി, ചിലപ്പോൾ യാസീൻ ഓതി, ദിക്റുകളും തക്ബീറുകളും ചൊല്ലിയിട്ടാണ് തുടങ്ങാറ്. അവസാനം ദുആ ചെയ്ത് സ്വലാത്തും ചൊല്ലി ആ പരിപാടി അവസാനിക്കുകയുമാണ് ചെയ്യാറ്. ഇതാണ് ദീനിന്റെ, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പക്ഷേ ലോകത്തിൽ എവിടെയെങ്കിലും ബിസ്മി ചൊല്ലി, ഫാത്തിഹ ഓതി, സൂറത്തുകൾ ഓതി, തക്ബീറുകൾ ചൊല്ലി പരിപാടി തുടങ്ങുകയും അവസാനം ഡപ്പാങ്കുത്ത്, ലുങ്കി ഡാൻസിൽ പരിപാടി അവസാനിപ്പിക്കുകയും ചെയ്യുന്നെങ്കിൽ അത് കേരളത്തിൽ പാണക്കാട് കുടുംബം നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുനാഫിക്ക് നേതൃത്വം കൊടുക്കുന്ന ഏതെങ്കിലും പരിപാടിയിൽ മാത്രമേ ഉള്ളൂ. അതിനർത്ഥം മറ്റൊന്നുമല്ല, ഞങ്ങൾ അള്ളാഹുവിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാണ്, ഞങ്ങൾ ദീനിന്റെ മൊത്തവും അട്ടിപ്പേറാവകാശം ഞങ്ങളുടെ കയ്യിലാണ്, ഇസ്ലാം മതം സ്വർഗത്തിലേക്ക് പോകുന്നത് ഞങ്ങളുടെ കൈകളിലൂടെയാണ്, മുസ്ലിം വിശ്വാസികൾ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്നത് ഞങ്ങൾ കൊടുക്കുന്ന ടിക്കറ്റ് വഴിയാണ് എന്ന് സമുദായത്തെയും ഇതര സഹോദര മതത്തിൽപ്പെട്ടവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെ അത് ബോധ്യപ്പെടുത്തിയിട്ട് അവസാനം അവര് ഇബിലീസിന്റെ പണിയെടുക്കുന്നു. അത്രയേ ഉള്ളൂ. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അള്ളാഹു താല ഖുർആനിൽ പറയുന്നത്. നമ്മളൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിനുള്ള ഉത്തരങ്ങൾ കിട്ടുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ദീനിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ, ദീനി ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രവാചകന്റെ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ലാളിത്യമാണ്, ലളിത ജീവിതമാണ്. അത് ഈ കലയെ ഇസ്ലാം പരിപോഷിക്കുന്നുണ്ട്, കല ഇസ്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അതിനൊരു മര്യാദയുണ്ട്. ഇസ്ലാം നിഷിദ്ധമാക്കിയ, ഇസ്ലാം ഹറാമാക്കിയ, ഇസ്ലാം ചെയ്യരുതെന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അത് പാലിക്കുമ്പോഴാണ് ഇസ്ലാമിന്റെ വക്താക്കളാകുന്നത്. പക്ഷേ അതെല്ലാം ഞങ്ങൾക്ക് ഹലാലാണെന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുമ്പോഴും പറയുമ്പോഴും ചെയ്യുമ്പോഴുമാണ് നമ്മൾ അവരെ മുനാഫിക്ക് എന്ന് വിളിക്കുന്നത്. ബർത്ത്ഡേ പാർട്ടി, പിറന്നാൾ ആശംസകൾ, പിറന്നാൾ ആഘോഷങ്ങൾ ഇസ്ലാമിൽ നിഷിദ്ധമാക്കപ്പെട്ട ഒന്നാണ്. അത് ഹറാമല്ല, ഇസ്ലാമിൽ നിഷിദ്ധമാക്കപ്പെട്ട ഒന്നാണ്. പക്ഷെ പാണക്കാട് മുനവർ അലിക്ക് പിറന്നാൾ ആഘോഷിക്കാം. ഒരിക്കലാണ് നിങ്ങളത് ചിന്തിച്ചു നോക്കിയാണ്. കുറെ ഇംഗ്ലീഷുകാരന്മാരാണെന്ന് തോന്നുന്നു പോപ്പ് ഗായകന്മാരെ കൊണ്ടിരുത്തിയിട്ട് ഹാപ്പി ബർത്ത്ഡേ തങ്ങൾ, ഹാപ്പി ബർത്ത്ഡേ തങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയ തങ്ങന്മാർക്ക് ഹാപ്പി ബർത്ത്ഡേ. ഇവരെയൊക്കെ തങ്ങന്മാരെന്ന് വിളിക്കുന്നവന്മാരെ വേണം തേരാണ്ടി വാലിന് അടിക്കാൻ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പിന്നെ ചിന്തിക്കേണ്ട ഹൃദയം കൊണ്ട് ചിന്തിക്കാതിരിക്കുകയും കാണേണ്ട കണ്ണുകൊണ്ട് കാണാതിരിക്കുകയും കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കാതിരിക്കുകയും ചെയ്യുന്നവരെ നാൽക്കാലി മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരെന്നാണ് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതാണ്. അതാ കേട്ട് നോക്ക്. ചിന്തിക്കുന്നവനെ സത്യം കണ്ടെത്താൻ കഴിയോ? ചിന്തിക്കുന്നവനെ ഈ ലോകത്ത് അല്ലാഹനെ കണ്ടെത്താൻ കഴിയോ? വെറുതെ മസ്തിഷ്കം പോയി എവിടെയെങ്കിലും പണയം വെച്ചാൽ, ആരുടെയെങ്കിലും
വാടകക്കെടുത്താൽ, ആരുടെയെങ്കിലും ആശയങ്ങൾ വാടകക്കെടുത്താൽ, ആ വാടകക്കെടുക്കൽ കൊണ്ട് നിനക്ക് അല്ലാഹുവിനെ കണ്ടെത്താൻ കഴിയില്ല, നിനക്ക് ആഖിറത്തെ കണ്ടെത്താൻ കഴിയില്ല. ചിന്തിക്കാൻ നിനക്ക് കഴിയണം. ചിന്തിക്കാനല്ലയോ നിനക്ക് ഞാൻ ഹൃദയം തന്നത്, കാണാനല്ലയോ നിനക്ക് ഞാൻ കണ്ണ് തന്നത്, കേൾക്കാനല്ലയോ നിനക്ക് ഞാൻ കാത് തന്നത്. കേൾക്കാൻ തന്ന കാത് കൊണ്ട് കേൾക്കേണ്ടത് കേൾക്കാത്തവർ, കാണേണ്ട കണ്ണുകൊണ്ട് കാണേണ്ടത് കാണാത്തവർ, ചിന്തിക്കേണ്ട ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്തവർ, അവര് നാൽക്കാലികളെക്കാൾ അത് പതിച്ചവരാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ചിന്തിക്കാൻ കഴിയണം. നമുക്ക് ചിന്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അകക്കണ്ടുറങ്ങുന്നു നോക്കിക്കെ മൂടാ, ഉത്സാരമോർത്താൽ ഉറങ്ങാമോ കേടാ. അകക്കണ്ടുറങ്ങുന്നു നോക്കിക്കെ മൂടാ, ഉത്സാരമോർത്താൽ ഉറങ്ങാമോ കേടാ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ. പാണക്കാട് പിന്നെ മരണപ്പെട്ടു പോയ മർഹൂം പാണക്കാട് ഷിഹാബ് അലി സാഹിബിന്റെ ഫോട്ടോയൊക്കെ അതിനകത്തുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ലീഗിന്റെ എന്തോ പരിപാടിയാണ്. എന്തായാലും ഈ പരിപാടി തുടങ്ങിയിട്ടുള്ളത് ബിസ്മി ചൊല്ലിയും ഫാത്തിയ ഓതിയിട്ടുമാണ്. അത് ചരിത്രമാണത്. ആ പരിപാടിയുടെ അവസാനം നടന്ന സംഭവമാണ് ഈ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞങ്ങൾ ഇസ്ലാമിന്റെ വക്താക്കളാണെന്ന് പറയുകയും എന്നാൽ ഇബ്ലീസിന്റെ പണിയെടുക്കുകയും ചെയ്യുന്നവന്മാരെയാണ് മുനാഫിക് എന്ന് വിളിക്കുന്നത്. അതിൽ ഒരു മാറ്റവും ഇല്ല. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, സഖാവ് എന്താണ് ലീഗുകാരെ ഈ മുനാഫിക് എന്ന് വിളിക്കുന്നത്? അതിന് കാരണം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചവർ, ഇസ്ലാം എന്താണെന്ന് അറിഞ്ഞവർ, മുസ്ലിം മത വിശ്വാസികൾ, അവർക്കറിയാം പ്രവാചകന്റെ സുന്നത്തുകൾ എന്താണ്, പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താണ്, ഇസ്ലാമിന്റെ ആശയങ്ങൾ എന്താണ്, ഖുർആൻ എന്താണ് പഠിപ്പിക്കുന്നത്, ഖുർആൻ എന്താണ് പറയുന്നത് എന്ന് നമുക്കറിയാം. ആ പറയുന്നതിന് വിപരീതമാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പം ഏകദൈവിയാൽ ഇപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ച് വിശ്വാസി, കപടവിശ്വാസി, അവിശ്വാസി, ഇത് 3 വിഭാഗമുണ്ട്. അതായത് വിശ്വാസി, അവിശ്വാസി, കപടവിശ്വാസി. വിശ്വാസി എന്ന് പറയുന്നത് അള്ളാഹുവിനെ പേടിച്ച് ഖുർആൻ അനുസരിച്ച് പ്രവാചകന്റെ സുന്നത്തുകളെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവനാണ് വിശ്വാസി. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം, ചാബല്യങ്ങൾ ഉണ്ടാകാം, അത് പൊരുത്തം ചോദിക്കാം, അതാണ് വിശ്വാസി. അവിശ്വാസി എന്ന് പറയുന്ന ഏകദൈവത്തിൽ വിശ്വസിക്കാതെ പ്രവാചകരെ പിൻപറ്റാതെ മറ്റ് സഹോദര മതങ്ങളിൽ പെട്ടെന്ന് അവരെയാണ് നമ്മൾ ഇപ്പൊ അഹിന്ദുക്കൾ എന്ന് പറയാറില്ലേ, അമുസ്ലിങ്ങൾ എന്ന് പറയും. അതുപോലെ തന്നെ ഇനി കപടവിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇസ്ലാം മത വിശ്വാസികളാണെന്ന് പറയുകയും ഞങ്ങൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെന്ന് പറയുകയും ഞങ്ങൾ ഇസ്ലാമിന്റെ വക്താക്കളാണെന്ന് പറയുകയും എന്നാൽ അവർ പറയുന്നതും അവർ പ്രവർത്തിക്കുന്നതും ഈ പറയുന്നതിനെല്ലാം എതിരായിട്ടുള്ളവരുമാണ്. പ്രവാചകൻ പഠിപ്പിച്ചത് എന്റെ മകൾ ഫാത്തിമ, എന്റെ കരളിന്റെ കഷണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹ കട്ടാലും ആ മകളുടെ കൈ ഞാൻ മുറിക്കുമെന്ന. പക്ഷെ പാണക്കാടന്മാർ നേതൃത്വം കൊടുക്കുന്ന ഏണിമതം പഠിപ്പിക്കുന്നത് നിങ്ങൾ കട്ടോളൂ, അതിന്റെ ഒരു ഭാഗം ഞങ്ങൾക്ക് തരിക, നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും. പാലാരിവട്ടം പാലത്തിൽ ജയിലിൽ കിടന്ന ആൾ, മോഷണം നടത്തി ജയിലിൽ കിടന്ന ആളാണ് ഇബ്രാഹിം കുഞ്ഞ്. ഫാഷൻ ഗോൾഡ് സ്വർണ്ണം തട്ടിപ്പ് നടത്തി ജയിലിൽ കിടന്ന ആളാണ് കമറുച്ച. നിങ്ങൾ അവരുടെ കൈയൊന്നും വെട്ടണ്ട. എന്തേ ലീഗിൽ നിന്നും അവരെ മാറ്റി നിർത്തപ്പെടാത്തെ? ഇതാണ് ചിന്തിക്കേണ്ടത്. ഈ ലീഗിന് വോട്ട് കൊടുക്കുന്നവർ ചിന്തിക്കണം. ഇസ്ലാം പഠിപ്പിച്ചത് അങ്ങനെയാണ്. പക്ഷെ ഇവരെന്തുകൊണ്ട് ഇവരെ പുറത്താക്കിയില്ല? പുറത്താക്കിയാൽ അവർ വിളിച്ചു പറയും ഞങ്ങൾ കട്ടതിന്റെ ഇത്ര ശതമാനം കുഞ്ഞാലിക്കുട്ടിക്ക് കൊടുത്തു, ഞങ്ങൾ കട്ടതിന്റെ ഇത്ര ശതമാനം പാണക്കാട് കുടുംബത്തിന് കൊടുത്തു എന്ന് അവർ വിളിച്ചു പറയും. അത് പേടിച്ചിട്ടാണ് അവരെ പുറത്താക്കാത്ത. അപ്പൊ അതുകൊണ്ടിട്ട് ഇനി എത്ര ഇലക്ഷനിൽ ഞങ്ങൾ തോറ്റാലും കുഞ്ഞാലിക്കുട്ടിക്ക് ചിലപ്പോൾ 2 ലക്ഷം ഭൂരിപക്ഷം കിട്ടിയെന്നിരിക്കും. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. സത്യത്തിൽ ഇതൊക്കെ പറയേണ്ടത് തലപ്പാക്കെട്ട് കിട്ടിയ വലിയ താടിയുള്ള ഇസ്ലാമിക പണ്ഡിതന്മാരാണ്, മത പ്രബോധന്മാരാണ്. അവരെന്തോ പറയുന്നില്ല. കാരണം അവർ സ്റ്റേജിൽ കയറി വിശ്വാസികളുടെ മുന്നിൽ നിന്ന് പറയും എനിക്ക് പച്ചമണ്ണിൽ നിന്നും പടച്ച റബ്ബിനെയാണ് എനിക്ക് പേടി, അല്ലാതെ ആരെയും എനിക്ക് പേടിയില്ല എന്ന്. നിങ്ങൾ ആ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു പറയേ. എന്താണ് ദീനെന്നും എന്താണ് ലീഗെന്നും ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഈ മതവിശ്വാസികൾക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. വഴി പിഴച്ചു പോകുന്ന സമുദായം നേർവഴിക്ക് വരട്ടെ. ഇല്ലെങ്കിൽ നാളെ നിങ്ങളും ഇതിന് ഉത്തരം പറയേണ്ടി വരും. ഇനി ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയുടെ താഴെ എന്റെ തള്ളയ്ക്കും എന്റെ തന്തയ്ക്കും വിളിക്കുന്ന ലീഗുകാരുണ്ട്. അവരാണ് മൂരികൾ. കാരണം 4 മൂരികൾക്ക് അപകീർത്തി കേസ് കൊടുക്കാനുള്ള വകുപ്പോ അതിനുള്ള കഴിവോ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കെതിരെ അവരൊരു 100 കേസ് കൊടുക്കുമായിരുന്നു. കാരണം 4 മൃഗങ്ങളോട് ഈ ഇരുകാലി മൂരികളെ ഉപമിച്ചതിന് അത്രയ്ക്ക് നാണം കെട്ട വർഗമാണ്. നമ്മളൊരു വീഡിയോ ചെയ്താൽ അതിന്റെ താഴെ വന്ന് ഇപ്പൊ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? നമുക്കെതിരെ വരുന്ന ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഒരു ചീത്ത വിളിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ അവിടെ പോയി നമ്മുടെ അഭിപ്രായം പറയും, നമ്മൾ വിമർശനം രേഖപ്പെടുത്തും, നമ്മൾ ചിലപ്പോൾ സംവാദം നടത്തും, നമ്മൾ പ്രതിപാദിക്കും. പക്ഷെ ഇവരതല്ല ചെയ്യുന്നത്. നമ്മൾ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും അതിന്റെ താഴെ വന്നിട്ട് ആകെ ചെയ്യുന്ന ഒറ്റ പരിപാടിയുള്ളൂ. എന്താണ്?
തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക. കാരണം ഇത് ഇവർ കാലാകാലങ്ങളായി ഇവരുടെ വീട്ടിൽ നിന്ന് പഠിച്ചു വളരുന്നതാണ്. പാലക്കാടന്മാരുടെ സംസ്കാരം ഇവർ പുറത്ത് കാണിക്കുന്നതാണ്. ഇവരുടെ മക്കളും നാളെ ഇത് തന്നെയാണ് ചെയ്യുന്നത്. സ്വന്തം മാതാപിതാക്കളെ തെറി പറഞ്ഞ് പഠിച്ചവർ വലുതായി സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ അവർ മറ്റുള്ളവരുടെ മാതാപിതാക്കളെ തെറി വിളിക്കുന്നു. ഇസ്ലാമിൽ ഒരു കാഴ്ചപ്പാടുണ്ട്, പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ മറ്റുള്ളവരുടെ മാതാപിതാക്കളെ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യരുത്. കാരണം അത് നിങ്ങളുടെ മാതാപിതാക്കളെ ആക്ഷേപിക്കുന്നതിനും അധിക്ഷേപിക്കുന്നതിനും തുല്യമാണ്. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ ഇവന്മാർ തെറി വിളിച്ചത് കൊണ്ട് നമുക്കൊന്നുമില്ല, അത് അവരുടെ മാതാപിതാക്കളെ തെറി വിളിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന വിശ്വാസത്തിൽ എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഇതിന്റെ ബാക്കി ഉടനെ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്.